ദേവികുളം ബ്ലോക്ക് പഞ്ചായത്താണ് പവലിയൻ നിർമ്മിച്ചത്. ഇന്നുച്ചയ്ക്ക് ശേഷം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പവലിയനിലെത്തി. വനഭൂമിയാണ് പവലിയൻ നിർമ്മിച്ചിരിക്കുന്നതെന്നായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവകാശവാദം. വനം വകുപ്പിന്റെ ഇടപെടലുണ്ടായതോടെ പവലിയനിൽ വനം വകുപ്പ് നിയമവിരുദ്ധ ഇടപെടൽ നടത്തുന്നുവെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പ്രദേശവാസികളും ഇവിടെയെത്തി. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെയും ജീവനക്കാരെയും തടഞ്ഞുവച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരെത്തിയാലേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കുമെന്ന് ജനപ്രതിനിധികൾ നിലപാടെടുത്തു. ഇതിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫിനെയും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് അംഗം അനിൽ ആന്റണിയെയും വനപാലകർ മർദ്ദിച്ചതായി പരാതിയുണ്ടായിരുന്നു. ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. DFO എത്തിയതിനു ശേഷം മാങ്കുളം DFO വരികയും മാങ്കുളം DFO പ്രകോപനപരമായി ഞങ്ങളുടെ വാർഡ് മെമ്പർമാരോടും അതോടൊപ്പം അവിടെ നിന്ന കുടുംബശ്രീ അംഗങ്ങളോടും പറയുകയുണ്ടായി. അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ ആദ്യമേ 3-ാം വാർഡ് മെമ്പറായ അനിൽ ആന്റണിയെ പിടിച്ചു തള്ളുകയും അത് കണ്ടു നിന്ന ഞാൻ അനിലിനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ മാങ്കുളം DFO എന്നെ പിടിച്ച് തള്ളുകയും ഞാൻ ആ പവലിനിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും മടങ്ങുകയായിരുന്ന മൂന്നാർ ACF, മാങ്കുളം DFO എന്നിവരെ മാങ്കുളം റേഷൻ കട സിറ്റിയിൽ നാട്ടുകാരും ജനപ്രതിനിധികളും തടഞ്ഞു. ഇവിടെ വെച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തങ്ങളെ മർദ്ദിച്ചെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാമെന്ന് പോലീസ് എത്തി ഉറപ്പു നൽകിയ ശേഷമാണ് DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ നാട്ടുകാർ പോകാൻ അനുവദിച്ചത്. മാതൃഭൂമി ന്യൂസ്.